നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഇടതു സർക്കാരിനെ തകർക്കാൻ കോൺഗ്രസ് ബിജെപിയുടെ പിന്തുണ തേടുകയാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം വിചിത്രമെന്നും പ്രകാശ് കാരാട്ട്. കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ കോൺഗ്രസ് എംപിമാർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ജോൺ ബ്രിട്ടാസ് എംപി. ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. തൃശൂർ പൂരത്തിന് സമാപനം. പോലീസിന്റെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് രാത്രി പൂരം ചടങ്ങിലൊതുക്കി. പുലർച്ചെ 3-ന് നിശ്ചയിച്ച വെടിക്കെട്ട് നടന്നത് ഇന്ന് രാവിലെ. അടുത്ത പൂരം 2025 മെയ് 7-ന്. SYS പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സജ്ജമാക്കിയ സന്നദ്ധ സേനാ അംഗങ്ങളുടെ പാലക്കാട് ജില്ലാ പ്ലാറ്റൂൺ അസംബ്ലിക്ക് ഒറ്റപ്പാലത്ത് സമാപനം. ഒരു വർഷത്തെ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചത് ഉത്തരവാദിത്തം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ. ചെറുതുരുത്തിയിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കേരളം എന്ന മാനവികത പ്രഭാഷണ പരിപാടി. വാർത്തകൾ വിശദമായി. ബിജെപിയെ കൂട്ടുപിടിച്ചാണ് കേരളത്തിലെ ഇടതു സർക്കാരിനെ കോൺഗ്രസ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ജനാധിപത്യത്തിന്റെ സംരക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ലീഡേഴ്സിൽ പ്രകാശ് കാരാട്ട് പറഞ്ഞു. ബിജെപിക്കും RSSനുമെതിരെ ജനം വിധിയെഴുതുമെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഇടതുപക്ഷം പാർലമെന്റിലുണ്ടെങ്കിലേ മതനിരപേക്ഷത ശക്തിപ്പെടുകയുള്ളൂ. പൗരത്വ നിയമത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തത് ഇടതുപക്ഷമാണ്. കേരളത്തിലെ LDF സർക്കാർ ഈ നിയമം നടപ്പാക്കില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ ED അറസ്റ്റ് ചെയ്യാത്തതിൽ രാഹുൽ വിമർശിച്ചതിന് മറുപടി പറയുകയായിരുന്നു കാരാട്ട്. Because the left has been the most consistent opponents and fighters against the policies of liberalization and privatization. In this context, in this election battle, it is true that Kerala, because of the strength of the LDF and the left movement here, the BJP is not going to be able to make any headway. They had no seats in parliament ever in Kerala, and that situation is going to continue in this election also. So the issue is at the national level, which is the force which can go and take the best and the firmest positions in defense of democracy, secularism and for പാലക്കാട് മണ്ഡലം LDF വികസന രേഖാ പ്രകാശനം CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവന് നൽകി നിർവഹിച്ചു. മുൻ മന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ AK ബാലൻ, NN കൃഷ്ണദാസ്, NCP ജില്ലാ പ്രസിഡന്റ് K രാമസ്വാമി, CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ ഒരക്ഷരം പോലും ഉരിയാടാൻ കോൺഗ്രസ് എംപിമാർക്കായിട്ടില്ലെന്നും BJPയെ കോൺഗ്രസ് ഭയക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. മങ്കരയിൽ LDF പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ് MP. BJP ഭരണത്തിലേക്ക് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപത്തുകളിൽ ഒന്നാണ് ഈ തമ്മിൽ തല്ലിക്കുക എന്ന് പറയുന്നത്. പെൺകുട്ടികളെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വീടുകളിൽ നിന്ന് തട്ടിയെടുത്ത് അവരെ നഗ്നരാക്കി പരേഡ് ചെയ്ത് ബലാത്സംഗം ചെയ്ത് അത് ചിത്രീകരിച്ച് ജനങ്ങൾക്ക് അയച്ചു കൊടുത്തു. ആർക്കും വീടുകളിൽ കഴിയാൻ പറ്റില്ല. ഗർഭിണിയായ സ്ത്രീകള് ഈ നഗര ഷെഡിൽ ഒരുക്കിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ പ്രസവിക്കുന്നു, കുഞ്ഞുങ്ങൾ മരിക്കുന്നു. പരിപാടിയിൽ ചെയർമാൻ ER ശശി അധ്യക്ഷനായി. PA ഗോകുൽദാസ്, അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA, V സേതുമാധവൻ, CM അബ്ദുൾ റഹ്മാൻ, CK ചെന്താമരാക്ഷൻ, N തങ്കപ്പൻ, ജയപ്രകാശ്, OM മോഹൻരാജ്, K അനീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മനുശ്ശേരിയിൽ LDF ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി നടന്നു. മനുശ്ശേരിയിൽ നിന്നാരംഭിച്ച റാലി തൃക്കങ്ങോട്ടെ പൊതുസമ്മേളന നഗരിയിൽ സമാപിച്ചു. റാലിക്ക് ശേഷം നടന്ന സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. 28 സംസ്ഥാനങ്ങളിൽ നിയമസഭയിൽ തലവേദനയ്ക്ക് നെറ്റിയിൽ അരച്ചിടാൻ ഒരു കഷ്ണം BJP MLA കിട്ടാത്ത ഏക സംസ്ഥാനം ഇന്ത്യ രാജ്യത്തെ കേരളമാണ്. ഞങ്ങളാണ് BJPയെ തോൽപ്പിച്ചത്, നിങ്ങളല്ല എന്നുള്ളത് മനസ്സിലാക്കണം. 2016 തെരഞ്ഞെടുപ്പിൽ അബദ്ധത്തിൽ നിങ്ങളുടെ പിന്തുണയോടുകൂടി
കോൺഗ്രസിന്റെ വോട്ടോട് കൂടിയാണ് നേമത്തെ ഒ രാജഗോപാൽ ജയിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഇതേപോലെ ഒരു ഘട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ആ ഒരു അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. നേമത്തെ ആ അക്കൗണ്ട് പൂട്ടിച്ചു. ഒറ്റ MLA പോലുമില്ല BJPക്ക് കേരളത്തിൽ. ഒരു MLA പോലുമില്ലാത്ത BJPക്ക് MLA പോലുമില്ലാത്ത കേരളത്തിൽ, 20 ലോക്സഭാ മണ്ഡലത്തിലും 3ാം സ്ഥാനത്തുള്ള BJPയുള്ള കേരളത്തിൽ നിങ്ങൾ വന്നിട്ട് മത്സരിച്ചിട്ട് ഞാൻ മോദിയെ നേരിടുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കോ? മനുശ്ശേരി ലോക്കൽ സെക്രട്ടറി കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബി വെങ്കിട്ട്, LDF ഷൊർണൂർ മണ്ഡലം സെക്രട്ടറി MR മുരളി, CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, LDF നേതാക്കളായ കെ ഗംഗാധരൻ, കെ ഭാസ്കരൻ, സി മോഹൻദാസ്, M ഗോപാലകൃഷ്ണൻ, ഐക്കര നാരായണൻ, പി ശ്രീലത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥനിലെത്തിയതോടെ തുടങ്ങിയ തൃശൂർ പൂരം 30 മണിക്കൂർ പിന്നിട്ട് ശനിയാഴ്ച ഉച്ചയോടെയാണ് അവസാനിച്ചത്. 2025 മെയ് 7-നാണ് അടുത്ത തൃശൂർ പൂരം. പോലീസ് നിയന്ത്രണങ്ങളെ തുടർന്ന് തൃശൂർ പൂരത്തിലുണ്ടായത് വലിയ പ്രതിസന്ധി. പുലർച്ചെ 3-ന് നടക്കേണ്ട വെടിക്കെട്ട് നടന്നത് ഇന്ന് രാവിലെ. മന്ത്രി കെ രാജനും ജില്ലാ കളക്ടറും ദേവസ്വം പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ മണിക്കൂറുകൾ വൈകിയെങ്കിലും വെടിക്കെട്ട് നടത്താമെന്ന് ദേവസ്വങ്ങൾ സമ്മതിക്കുകയായിരുന്നു. പോലീസ് അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുവെന്നാരോപിച്ച് തിരുവമ്പാടി ദേവസ്വം രംഗത്തെത്തിയതോടെ കേട്ടുകേൾവിയില്ലാത്ത പ്രതിസന്ധിക്കാണ് പൂരനഗരി സാക്ഷ്യം വഹിച്ചത്. തിരുവമ്പാടി ദേവസ്വം നിലപാട് കടുപ്പിച്ചതോടെ പുലർച്ചെ 3-ന് നിശ്ചയിച്ച പൂരം വെടിക്കെട്ട് മുടങ്ങി. മഠത്തിൽ വരവ് പാതിയിൽ നിർത്തിവെച്ചു. അലങ്കാരപ്പന്തലിലെ ലൈറ്റ് ഉൾപ്പെടെ അണച്ചായിരുന്നു തിരുവമ്പാടിയുടെ പ്രതിഷേധം. സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും അടച്ച് ആളുകളെ തടഞ്ഞുവെന്നാരോപിച്ചാണ് തിരുവമ്പാടി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വെടിക്കെട്ട് സ്ഥലത്തു നിന്ന് പൂരക്കമ്മിറ്റിക്കാരെ മാറ്റണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. 175 പേർക്ക് മാത്രം പ്രവേശനമെന്നും പോലീസ് നിർദ്ദേശിച്ചു. എന്നാൽ വെടിക്കെട്ട് പണിക്കാരും കമ്മിറ്റിക്കാരുമായി ഏറെ പേർ പൂരപ്പറമ്പിൽ വേണമെന്ന് തിരുവമ്പാടി ആവശ്യപ്പെട്ടു. ഇതും പ്രതിഷേധത്തിന് ആക്കം കൂട്ടി. വെടിക്കെട്ട് വൈകിയതിനെ തുടർന്ന് 100 കണക്കിന് ആളുകളാണ് കാത്തിരുന്ന് മടുത്തത്. ഇതിനിടെ പലരും തിരികെ പോയി. ഇതോടെ മന്ത്രി കെ രാജനും കലക്ടറും ദേവസ്വം പ്രതിനിധികളുമായി ചർച്ച നടത്തുകയായിരുന്നു. അനുനയ ചർച്ചകൾക്കൊടുവിൽ രാവിലെ 7 മണിക്ക് ശേഷമാണ് ഇരുവിഭാഗങ്ങളും വെടിക്കെട്ടിന് തിരികൊളുത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലത്ത് SYS പ്ലാറ്റൂൺ അസംബ്ലി നടത്തി. വെള്ളിയാഴ്ച വൈകുന്നേരം കണ്ണിയമ്പുറം പാലം പരിസരത്തു നിന്ന് ആരംഭിച്ച റാലിയോടെയാണ് അസംബ്ലിക്ക് തുടക്കമായത്. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ SYS പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സജ്ജമാക്കിയ 1000-ലധികം സന്നദ്ധ സേനാംഗങ്ങളുടെ പ്ലാറ്റൂൺ അസംബ്ലിക്കാണ് ഒറ്റപ്പാലത്ത് സമാപനമായത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 കണ്ണിയമ്പുറം പാലം പരിസരത്തു നിന്ന് ആരംഭിച്ച പ്ലാറ്റൂൺ അംഗങ്ങളുടെ റാലി ഈസ്റ്റ് ഒറ്റപ്പാലത്ത് സമാപിച്ചു. പ്ലാറ്റൂൺ അംഗങ്ങൾക്ക് അഭിവാദ്യമർപ്പിച്ച് 100 കണക്കിന് പ്രവർത്തകരും നേതാക്കളും റാലിക്ക് പിന്നിൽ അണിനിരന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ ജനറൽ സെക്രട്ടറി മാരായമംഗലം അബ്ദുൾ റഹ്മാൻ ഫൈസി സമാപന സംഗമം ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അബ്ദുൾ റഷീദ് സഖാഫി കുറ്റ്യാടി മുഖ്യപ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, ജനറൽ സെക്രട്ടറി ഷൌക്കത്ത് ഹാജി കാരാകുർശി, ഫിനാൻസ് സെക്രട്ടറി K ഉമർ മദനി വിളയൂർ, SMA ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് ഫൈസി കോങ്ങാട്, SSF ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് സഖാഫി ഒറ്റപ്പാലം, ജനറൽ സെക്രട്ടറി ജാഫർ മണ്ണാർക്കാട് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ മനസ്സൊരിക്കലും അനുവദിക്കുകയില്ല. ഈ മഹത്തായ ജനാധിപത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഈ ഭാരതത്തെ ഏതെങ്കിലും കടിച്ചു കൊള്ളുന്ന എച്ചിപ്പട്ടികൾക്ക് വിലച്ചൊരുത്തി കൊടുക്കുക.
SYS ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അഹ്സനി ആനക്കര, ജനറൽ സെക്രട്ടറി അബൂബക്കർ അവണക്കുന്ന്, ഫിനാൻസ് സെക്രട്ടറി റഷീദ് അഷ്റഫി ഒറ്റപ്പാലം, മറ്റ് ക്യാബിനറ്റ് പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി ഇലക്ഷൻ കമ്മീഷൻ. നടപടി കാരുണ്യ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷന് നൽകിയ നിവേദനത്തെ തുടർന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനമൊട്ടാകെ മോട്ടോർ വാഹന വകുപ്പ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ചെറുകാറുകൾ മുതൽ ബസ് വരെയുള്ള ടാക്സി വാഹനങ്ങൾ നിർബന്ധപൂർവം നോട്ടീസ് നൽകി പിടിച്ചെടുത്തിരുന്നു. ഭക്ഷണം, ഡീസൽ വാടക നിരക്ക് തുടങ്ങിയ വിഷയങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ ആശങ്ക പരന്നതിനെ തുടർന്നാണ് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷന് നിവേദനം നൽകിയത്. തുടർന്ന് സെഡാൻ, XUV, ട്രാവലർ, ബസ് തുടങ്ങിയ വിവിധ ഇനങ്ങളിലെ നിലവിലെ സർക്കാർ വാടകയേക്കാൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കി നിശ്ചയിച്ച ഉത്തരവിറക്കി. ഇലക്ഷൻ കമ്മീഷന്റെ അനുഭാവപൂർണമായ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് KC ബാബു, സെക്രട്ടറി മനു മാത്യു, രക്ഷാധികാരി ശിവദാസൻ തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തിയിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളം എന്ന മാനവികത പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രഭാഷണ പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം V. മുരളി ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ചെറുതുരുത്തി, നെടുമ്പുര യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടിയിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. പുഗാസ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജോൺ ജോഫി കേരളം എന്ന മാനവികതാ പ്രഭാഷണം നടത്തി. പുഗാസ മേഖലാ സെക്രട്ടറി NK രാധാകൃഷ്ണൻ, MS ശ്രീധരൻ, കലാമണ്ഡലം ഗോപകുമാർ, സുബിൻ ചെറുതുരുത്തി എന്നിവർ സംസാരിച്ചു. ഒരേ ഒരു കാര്യമില്ല. ഒന്നാം സ്ഥാനത്ത് വന്ന കാര്യം എന്താണ്? നമ്മുടെ ജനസംഖ്യയിൽ ചൈന 140 തന്നെ പോലെ നമ്മൾ 144 കോടിയിൽ ഒന്നാം സ്ഥാനം നേടി. ആകെ ഒരു ഒന്നാം സ്ഥാനം നേടിയ ഒരു കാര്യം. അങ്ങനെ നമ്മൾ കുതിക്കുമ്പോൾ ഈ 144 കോടി ജനങ്ങളിലെ 14% വരുന്ന മുസ്ലിങ്ങൾ നമ്മളിൽ പെടില്ല എന്നാണ്. നമ്മളിൽ പെടില്ല. അപ്പൊ ആരാ നമ്മള്? 2.3% വരുന്ന ക്രിസ്ത്യാനികൾ പെടില്ല എന്നാണ്. ആരാ നമ്മള് ഹിന്ദുക്കൾ ആണ്. ആ നമുക്ക് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. അത് സുവർണ ഭൂതകാലമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി പെരുംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല ആഘോഷം നടന്നു. കോട്ടായി മേഖലയിലെ അവസാന വിഷുവേലയ്ക്ക് സാക്ഷ്യം വഹിക്കാനെത്തിയത് നൂറുകണക്കിന് ആളുകൾ. വിഷുവേല ദിവസം വൈകുന്നേരം വിവിധ ദേശവേലകളുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചതോടെ റോഡും വഴികളുമെല്ലാം ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. വെള്ളിയാഴ്ച വൈകുന്നേരം 6-ന് വിവിധ ദേശവേലകൾ ചെമ്പൈ ശിവക്ഷേത്രം മൈതാനിയിൽ സംഗമിച്ച് രാത്രി 8-ന് വേലകൾ കാവുകയറി. വിവിധ വാദ്യമേളങ്ങൾ, ആന, കാള, കുതിര, പൂതൻ, തിറ, വണ്ടിവേഷങ്ങൾ, വിവിധ നാടൻ കലാരൂപങ്ങൾ എന്നിവ വേലയെഴുന്നള്ളിപ്പിന് അകമ്പടിക്കാരായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോങ്ങാട് നാദലയ സംഗീത വിദ്യാലയത്തിന്റെ നാദലയ പുരസ്കാരം മൃദംഗ വിദ്വാൻ ഡോക്ടർ പാലക്കാട് K. ജയകൃഷ്ണന് സമ്മാനിക്കും. മെയ് 1-ന് വൈകുന്നേരം കോങ്ങാട് നടക്കുന്ന സാംസ്കാരികോത്സവത്തിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പുരസ്കാര സമർപ്പണം നിർവഹിക്കുമെന്ന് നാദലയ അധികൃതർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്തിനകത്തും വിദേശ രാജ്യങ്ങളിലും മൃദംഗവാദനത്തിലൂടെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചതിനാണ് പുരസ്കാരം നൽകുന്നത്. ജൂറി അംഗങ്ങളായ രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി, പ്രൊഫസർ പാലക്കാട് R. സ്വാമിനാഥൻ, ചേർത്തല ദിനേശ്, ഗോപി നാദലയ എന്നിവരാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. ക്യാഷ് അവാർഡും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മെയ് 1-ന് നടക്കുന്ന ചടങ്ങിൽ കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. അജിത്ത് അധ്യക്ഷത വഹിക്കും. പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പുരസ്കാരം സമ്മാനിക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഉണ്ടാകും. സംഗീത വിദ്യാലയത്തിന്റെ 24-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം സമ്മാനിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അദ്ദേഹം തൃശ്ശൂർ ആകാശവാണിയിലെ നിലയ വിദ്വാനാണ്, A ഗ്രേഡ് കലാകാരനാണ്. കേരളത്തിലങ്ങോളം ധാരാളം ശിഷ്യസമ്പത്തുള്ള ഒരു വലിയൊരു ഗുരുനാഥനാണ് അദ്ദേഹം. ലാഭേച്ഛയെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും മൃദംഗം മാത്രമല്ല, അതിൽ ഘടമോ ഗഞ്ചിതായോ വായിക്കുന്ന കലാകാരന്മാരാണ് ശിഷ്യന്മാരായിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ കച്ചേരിക്കൊപ്പം ഇരുത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു മനസ്സിന്റെ ഉടമയാണ്. വാർത്താ സമ്മേളനത്തിൽ പാലക്കാട് R. സ്വാമിനാഥൻ, പ്രിൻസിപ്പൽ ഗോപി നാദലയ, കല്ലേക്കുളങ്ങര രാജേഷ്, വിജയകുമാർ വടശ്ശേരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഇടതു സർക്കാരിനെ തകർക്കാൻ കോൺഗ്രസ് ബിജെപിയുടെ പിന്തുണ തേടുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം വിചിത്രമെന്നും പ്രകാശ് കാരാട്ട്. കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ കോൺഗ്രസ് MP-മാർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP. ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. തൃശൂർ പൂരത്തിന് സമാപനം. പോലീസിന്റെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് രാത്രി പൂരം ചടങ്ങിലൊതുക്കി. പുലർച്ചെ 3-ന് നിശ്ചയിച്ച വെടിക്കെട്ട് നടന്നത് ഇന്ന് രാവിലെ. അടുത്ത പൂരം 2025 മെയ് 7-ന്. SYS പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സജ്ജമാക്കിയ സന്നദ്ധ സേനാ അംഗങ്ങളുടെ പാലക്കാട് ജില്ലാ പ്ലാറ്റൂൺ അസംബ്ലിക്ക് ഒറ്റപ്പാലത്ത് സമാപനം. ഒരു വർഷത്തെ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചത് ഉത്തരവാദിത്തം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ. ചെറുതുരുത്തിയിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കേരളം എന്ന മാനവികത പ്രഭാഷണ പരിപാടി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.